ഞാൻ എൻ്റെ ബാല്യത്തിൽ എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസമാണ്, ഹിന്ദുമതത്തെക്കുറിച്ചുള്ള അറിവാണ്, ഹിന്ദുമത ഗ്രന്ഥങ്ങളുമായിട്ടുള്ള പരിചയമാണ്. അത് എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരുടെ അമ്മൂമ്മമാരുടെ തലമുറയായിട്ട് പകർന്നു പകർന്ന് എൻ്റെ അച്ഛനിലൂടെ എൻ്റെ അമ്മയിലൂടെ എനിക്ക് കിട്ടിയ ആ ദൈവികമായ ഹൈന്ദവ മത ബോധം എന്നിലുള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ നല്ല അർഹതയോടുകൂടി നിൽക്കാൻ പറ്റുന്നു. അതിനെന്നെ പ്രാപ്തിയാക്കിയ എൻ്റെ അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു, എൻ്റെ അച്ഛനെ ഞാൻ നമസ്കരിക്കുന്നു, എൻ്റെ ഗുരു കാരണവന്മാരെ ഞാൻ നമസ്കരിക്കുന്നു, പിതൃക്കളെയും നമസ്കരിക്കുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒരാളിൻ്റെ അഭാവം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. വന്നു കയറിയപ്പോൾ മുതൽ ഒരിക്കൽ ഒരു കാലത്ത് ഏതാണ്ട് 50 വർഷം, കൃത്യമായി പറഞ്ഞ് എനിക്ക് തോന്നുന്നു 54 വർഷങ്ങളോളം ഈ സനാതന ഇവിടുത്തെ ഈ സമ്മേളനത്തിൻ്റെ നെടുന്തൂണായി വർത്തിച്ചിരുന്ന ഒരു മഹാൻ, അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ബന്ധു കൂടിയാണ്. അദ്ദേഹം മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ ഇരുന്ന് ഇവിടെ കാര്യങ്ങൾ നടത്തിയ സ്ഥലത്ത്, ഓല പന്തലിൽ ഞങ്ങളൊക്കെ വന്നിരുന്ന സ്ഥലത്ത് ഇന്ന് ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നു. വർഷങ്ങൾക്ക് ശേഷം മുൻപ് ഒരിക്കൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ ചന്ദ്രശേഖരൻ സാറ് അധികാരത്തിലിരിക്കുമ്പോഴാണ് എനിക്കിവിടെ ഒരു അവസരം കിട്ടി. അന്ന് ഈ സ്റ്റേജിൽ നിന്നും ഞാൻ ഇറങ്ങി താഴേക്ക് ചെന്നപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച എൻ്റെ പ്രിയപ്പെട്ട ചിറ്റപ്പനായിട്ട് വരും അദ്ദേഹം എനിക്ക്. അതല്ല എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിനോട് എനിക്കൊരു വല്ലാത്ത കടപ്പാടുണ്ട്. നല്ല അർഹതയുണ്ടായിട്ടും പണമില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് പലയിടത്തും ജോലി നിഷേധിക്കപ്പെട്ടപ്പോൾ 1 രൂപ പോലും മുടക്കാതെ എനിക്കും എന്നെ പോലെയുള്ള നൂറുകണക്കിന് ആളുകൾക്കും ജോലി തന്ന ആ മഹാത്മാവിൻ്റെ ചൈതന്യം ഞാൻ ഇവിടെയൊക്കെ കാണുകയാണ്. പ്രിയപ്പെട്ട അദ്ദേഹത്തിന് ഞാൻ ആദ്യം മൂടി തൊഴുന്നു. വേറെ ചില പേരുകളിലൂടെ പരാമർശിക്കാതെ എനിക്കിവിടെ വയ്യ. അതിൽ ഒന്ന്, നങ്ങാദേവിയുടെയും വാസുദേവ ശർമ്മയുടെയും മകനായിട്ട് അയ്യപ്പൻ എന്ന ഒരു കുഞ്ഞു പറന്നു. കുഞ്ഞൻ എന്നെല്ലാവരും ഓമന പേരിട്ട് വിളിച്ചു. കൊടിയ ദാരിദ്ര്യം. അമ്മ അന്നത്തെ സംബന്ധം ആണല്ലോ, അപ്പൊ അച്ഛൻ അവിടെ വലിയ റോളില്ല, നിസ്വനാണ് അദ്ദേഹം. അവിടെ അമ്മയാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. പക്ഷെ അമ്മയ്ക്ക് ഒരു ഗതിയുമില്ല. ബാല്യത്തിൽ തന്നെ ഈ കുഞ്ഞിന് അമ്മയെ പോറ്റേണ്ട ഗതികേടുണ്ടായി. അടുത്ത കാടുകളിലൊക്കെ പോയി പൂക്കൾ പറിച്ച് അവിടെ കൊല്ലൂർ ക്ഷേത്രത്തിൽ മാല കെട്ടിക്കൊണ്ട് കൊടുത്തിട്ട് ഒരു പടച്ചോറ് മേടിച്ച് താളും തകരയും ഒക്കെ സംഭരിച്ച് അന്തർജനങ്ങൾക്ക് കൊണ്ടു കൊടുത്ത് അവിടെ നിന്നും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ജീവിതം കഴിച്ച ഒരു കുഞ്ഞ്. അക്ഷരാഭ്യാസത്തിന് നിവൃത്തിയില്ല. പക്ഷെ അച്ഛൻ വാസുദേവ ശർമ്മ അദ്ദേഹത്തിനെ കുറച്ച് അക്ഷരമാല മുഴുവൻ പഠിപ്പിച്ചു. എന്നിട്ട് കുടത്തിൽ പോയിട്ട് കളരി പോയി തിരിച്ചു വരുന്ന കുഞ്ഞുങ്ങളുടെ പുസ്തകങ്ങൾ മേടിച്ച് ഏടുകൾ മറിച്ചു നോക്കി സ്വന്തം പ്രയത്നം കൊണ്ട് മലയാളവും തമിഴും അദ്ദേഹം സ്വായത്തമാക്കി. അവിടെ കൊല്ലൂർ മഠത്തിലെ കുഞ്ഞുങ്ങളെ സംസ്കൃതം പഠിപ്പിക്കുന്ന കേട്ട് ഒളിഞ്ഞു നോക്കി നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചു. ഇത് കണ്ടുപിടിച്ചു ഗുരുദേവൻ. ഈ ഏകലവ്യനെ വിളിച്ചു വരുത്തി അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ അന്ന് വരെ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും മണിമണി പോലെ പറയുന്ന ആ കുഞ്ഞിൻ്റെ ബുദ്ധിശക്തിയിൽ ആകൃഷ്ടനായ അദ്ദേഹം കുഞ്ഞുങ്ങളുടെ കൂടെ പഠിക്കാനുള്ള അവസരം കൊടുത്തു. പിന്നീട് അദ്ദേഹം ക്ഷേത്രം വിട്ടു ഉയർന്നു പോയിട്ട് ഒരാൽമരമായിട്ട്, ഒരു വടവൃക്ഷമായിട്ട് പന്തലിച്ച് നമ്മുടെ നാട്ടിലെ ഹൈന്ദവ ഉദ്ധാരണത്തിന് വേണ്ടി, ഉച്ചനീച വ്യത്യാസത്തിന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ക്ഷേത്രത്തിൽ എല്ലാവർക്കും അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് പടപൊരുതി ഇത് നയിച്ച് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടാകാൻ പോലും കാരണക്കാരനായ ശ്രീ ചട്ടമ്പി സ്വാമി, അദ്ദേഹം ഇവിടെ ഇരിക്കാൻ കാരണം അത് അദ്ദേഹത്തിന് ആ അപാത ചൂടൻ ഞാൻ നമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനായ തീർത്ഥവാദ സ്വാമികൾ, അതേപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ നിന്നും വന്ന ഇതേ അനുഭവങ്ങളുള്ള വേറൊരു മാന്യദേഹം, മന്നത്ത് പത്മനാഭൻ എന്ന മന്നത്ത് അപ്പൂപ്പൻ. അവിടെയും നീലമന ഈശ്വരൻ നമ്പൂതിരിയുടെയും ചെറുമറ്റത്ത് പാർവതി അമ്മയുടെയും മകനായിട്ട് ജനിച്ച അദ്ദേഹം, അത് പക്ഷേ ഇതിൻ്റെ മുടിഞ്ഞ വീടാണ്.
അക്ഷയിച്ച വീടായിരുന്നു അത്. കാരണം അമ്മൂമ്മയുടെ 11 മക്കളെയും പെൺമക്കളെയും സ്വന്തം അമ്മയുടെ സഹോദരിമാരായ 4 പേരെയും ഈ കെട്ടുകല്യാണം എന്താ മറ്റേ പുംസവനം, സീമന്തം, തെരണ്ട് കല്യാണം ഇതൊക്കെ നടത്തി അതൊരു ദിവസീയ സംഭവമുള്ളെങ്കിലും അതിനെ തുടർന്ന് 4-5 ദിവസങ്ങളോളം സദ്യ, സർവാണിയും, കഥകളി, ഓട്ടംതുള്ളലും ഒക്കെ നടത്തി ക്ഷയിച്ച ഒരു കുടുംബത്തിൽ നിന്ന് മൺപുരയിലേക്ക് മാറി നമ്മുടെ കഥാനായകൻ. അദ്ദേഹത്തിനും പഠിക്കാൻ പാങ്ങില്ല. പക്ഷേ അദ്ദേഹത്തിനെ പഠിപ്പിക്കണമെന്ന് ഈ അമ്മമാർക്ക് നിർബന്ധം. ആദ്യം ഉണ്ടായ ആൺതരിയാണ്, കളരിയിൽ വിട്ടു. അവിടെ അദ്ദേഹം തൻ്റെ മികച്ച കഴിവ് പ്രകടമാക്കി. ഒരൊറ്റ ദിവസം പോലും താമസിച്ച് ചെല്ലാതെ ഏലാൻ കയറുക എന്നുള്ള അതിനർഹനായ അദ്ദേഹം പക്ഷേ 2ാം ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാൻ മാർഗമില്ലാതെ ഫീസ് കൊടുക്കണം, പുസ്തകം വേണം, അവിടെ വെച്ച് പഠിപ്പ് നിർത്തി. പിന്നീട് അദ്ദേഹം 15ാമത്തെ വയസ്സിൽ 1ാം ക്ലാസ്, അന്നത്തെ ഉയർന്ന 1ാം ക്ലാസ്സാണ്, അത് പാസ്സായിട്ട് അവിടെ ഒരു സ്കൂളിൽ അധ്യാപകനായിട്ട് കയറുകയാണ്, 2ാം വാദ്യാരായിട്ട് ഏതാണ്ട് 10 വർഷം. പക്ഷെ അഭിമാനിയായ അദ്ദേഹം ഒരു ദിവസത്തെ ഒരു ഹെഡ് മാസ്റ്ററുടെ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ച് അത് രാജിവെച്ചു. എന്നിട്ട് മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതി വക്കീലായി. അത് ഏതാണ്ട് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന, അന്നത്തെ കാലത്ത് മാസം 400 രൂപയോളം കിട്ടിക്കൊണ്ടിരുന്ന ആ വരുമാന മാർഗം ഇല്ലാതാക്കിയിട്ട് അദ്ദേഹം മുഴുവൻ സമയവും ഈ ഹിന്ദുമതത്തിന് വേണ്ടിയിട്ട്, ഹിന്ദുക്കളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി ഇദ്ദേഹവുമായിട്ട് ചേർന്ന് നമ്മൾക്ക് നടത്തി ആ പരിഷ്കരണങ്ങൾ അതിനെ നമസ്കരിക്കാതെ വയ്യ. ഈ ഹിന്ദുമതത്തെ ഇതുപോലെ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം പോലും അന്ന് സ്കൂളുകളൊന്നും നമ്മുടെ അവിടെ ഇല്ല. NSSന്റെ ഒരു സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. സ്കൂളുകളുണ്ടാക്കി. ഈ പഠിക്കാൻ നിവൃത്തിയില്ലാതെ 2ാം ക്ലാസ്സിൽ പഠിപ്പ് ഉപേക്ഷിക്കേണ്ടി വന്ന അദ്ദേഹം എത്ര കോളേജുകൾ, എത്ര സ്കൂളുകൾ, എത്ര എഞ്ചിനീയറിംഗ് കോളേജിൽ, മെഡിക്കൽ, ആതുര ശുശ്രൂഷ, IITകൾ എന്തെല്ലാം അദ്ദേഹം സ്ഥാപിച്ചു. എന്നിട്ട് നമ്മളെല്ലാം സുസ്ഥിരമായ ഒരു കേന്ദ്രത്തിലെത്തിച്ചു. അത് വെറുതെ അല്ല, ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് ഓരോ അമ്മമാരുടെ, എനിക്ക് എൻ്റെ അമ്മ പിടിയരിയിടും, തെങ്ങ് കെട്ടി അതിൽ നിന്ന് കൊടുക്കും. അപ്പം ഇതിൻ്റെ ഓരോ തൂണും നിനക്കൂടെ അവകാശപ്പെട്ടതാണെന്ന് ആത്മബോധം നമുക്ക് തന്നുകൊണ്ട് നമ്മളെ ഉദ്ധരിക്കാൻ ശ്രമിച്ച ഈ 3 പേരുടെയും ആ സേവനം സ്മരിച്ചുകൊണ്ട്, അവിടെ നമിച്ചുകൊണ്ട് അവർ തുടങ്ങി വെച്ച ഈ ഹിന്ദുമത വികാസത്തിന് എന്നാലാവും വിധം അതിൻ്റെ ചൂടും ചോർന്നു പോകാതെ എനിക്ക് കഴിയണേ അതിനെ നവീകരിക്കാനും അവർക്ക് എന്ന ഒരു പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു 10-60 വർഷം മുമ്പുള്ള എൻ്റെ ബാല്യ കൗമാരകാലം. അന്ന് ഇതുപോലെ ഒന്നും ആയിരുന്നില്ല ഞങ്ങളുടെ ജീവിതം. അന്ന് ഞങ്ങൾക്ക് ടാർ റോഡില്ല, അന്ന് ഞങ്ങളുടെ അവിടെ കാറില്ല, ലൈൻ ബസ് ഇല്ല, ലൈറ്റ് ഇല്ല, സൂപ്പർ മാർക്കറ്റ് ഇല്ല, സിനിമാ തിയേറ്ററിലില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട ചില പലചരക്കടയും, ഒരു സ്റ്റേഷനറി കടയും, ഒരു പോസ്റ്റ് ഓഫീസും, അങ്ങനെ ഒരു മുറുക്കാൻ കട, ഒരു തയ്യൽ കട, ഒരു ജൗളിക്കട, ഇത്രയൊക്കെ കൊണ്ട് സ്വയം പര്യാപ്തം നേടിയ ഒരു ഗ്രാമത്തിൻ്റെ മനോഹരമായ ക്ഷേത്രം, ഇതൊക്കെ മനോഹരമായി ആസ്വദിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു ബാല്യകാലം. പക്ഷെ ഇതൊന്നും ഇല്ല എന്നുള്ളത് ഞങ്ങളെ ഒരിക്കലും വേദനിപ്പിച്ചിരുന്നില്ല. ഇന്നത്തെ ലോകവും നമ്മളിലെ എന്നെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്, ഞങ്ങളെ കുറിച്ചാണ്, ഇവിടെ ഇരിക്കുന്ന 50-ന് മേലുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ നമുക്കൊരു പരിഭവമില്ല. കാരണം ഇന്നത്തെ ആഡംബര സാധനങ്ങളും നമ്മുടെ ദൃഷ്ടി പോലും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിന് ചിട്ടയുണ്ടായിരുന്നു, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ചിട്ടയുണ്ടായിരുന്നു, നമ്മുടെ ആഹാരത്തിന് ചിട്ടയുണ്ടായിരുന്നു. പ്രഭാതത്തില് അടുത്ത വീട്ടിലെ ക്രിസ്തീയ കുടുംബത്തിലെ അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയം എന്നുള്ള കൂട്ടപ്രാർത്ഥനയാണ് ഞങ്ങളുടെ അലാം. അത് കേട്ടാൽ ഉടൻ തന്നെ ഞങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്. അന്ന് നമ്മുടെ വീട്ടിൽ ക്ലോക്കില്ല, വാച്ചില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ സമയമാവിനി സൂര്യനാണ്. ആ സൂര്യനെ കണ്ടല്ല രാത്രി നക്ഷത്രങ്ങളും ചന്ദ്രനുമാണ്. അല്ലാതെ നമുക്കിതൊന്നുമില്ല. ഈ പാട്ട് കേട്ടാൽ ഉടൻ ഞങ്ങൾ എഴുന്നേക്കും. എന്നിട്ട് ആദ്യം ചെയ്യുന്നത് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട്, താഴെയൊന്നും വെച്ചിട്ടല്ല, ഇങ്ങനെ കണ്ണിന് നേരെ വെച്ചിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദ എന്ന് പറഞ്ഞ് പ്രഭാതി കരദർശനം നടത്തുന്നു ആദ്യം. ഇതെന്താണ്? നമുക്ക്
ഹിന്ദുമതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം, ആത്യന്തികമായ കാര്യം ശരീരമാദ്യം ഖലു ധർമ്മസാധനം. നമ്മുടെ ശരീരം നന്നാക്കിയെടുത്ത് ധർമ്മ ചെയ്യാനുള്ള കാര്യം ആക്കി നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനൊരർത്ഥം കാണുമല്ലോ, ശാസ്ത്രീയത. ഞാൻ എൻ്റെ അനിയത്തി ഡോക്ടർ ലതയോട് ചോദിച്ചു, എന്താ മോളെ ഇതിന്റെ കാരണം? ഇവിടെ ഇരിപ്പുണ്ട് ആള്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി നമ്മൾ രാത്രിയിൽ ഇങ്ങനെ അലങ്കോലപ്പെട്ടൊക്കെ കിടക്കുകയാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചാടി എഴുന്നേറ്റാൽ നമ്മുടെ ബാലൻസ് തെറ്റും. ചിലപ്പോൾ കണ്ണാണ് നമ്മുടെ ബാലൻസ് നിലനിർത്തുന്നത്. നമ്മൾക്ക് വൃക്ഷാസനം ചെയ്യണമെങ്കിൽ നിന്നിട്ട് ഒരൊറ്റ പോയിന്റിലോട്ട് നോക്കി നിന്ന് എത്ര വേണേലും നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ കണ്ണ് ചലിച്ചാൽ അത് പോകും. അതുകൊണ്ട് നമ്മൾക്ക് കണ്ണിന് തരുന്ന എക്സർസൈസാണിത്. ആദ്യം നമ്മൾ മണ്ടയിലോട്ട് നോക്കി കണ്ണ്, അത് കഴിഞ്ഞ് മധ്യത്തിൽ നോക്കി, അത് കഴിഞ്ഞ് മൂലത്തിൽ നോക്കി, അത് തിരിച്ച് നോക്കിക്കഴിഞ്ഞ് ഈ താഴോട്ടും മേളിലോട്ടുള്ള നോട്ടം കഴിയുമ്പോൾ നമ്മളെ ബാലൻസ് ചെയ്ത് നമ്മളെ എഴുന്നേപ്പിച്ച് നിർത്താൻ, തലകറങ്ങി വീഴാതിരിക്കാൻ, ചാടി ഒക്കെ പര്യാപ്തമാകും എന്ന് പറഞ്ഞു തന്നു എൻ്റെ അനിയത്തി. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, പിന്നെ എന്തിനാണ് സരസ്വതി ദേവി ഇതൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്? പക്ഷെ അത് വേണം ചേച്ചി, അതില്ല എങ്കിൽ നമ്മൾ ആചരിക്കത്തില്ല. ഒരു ആചരണം, ഒരു ശാസ്ത്രീയത ആചരണമാകി അത് നമ്മുടെ ശരീരത്തെ നന്നാക്കണമെങ്കിൽ അതിനകത്തൊരു ദേവൻ ഉണ്ടാവണം. ഈ ദേവി ആദ്യത്തേത് ലക്ഷ്മിയാണ്. ലക്ഷ്മി സരസ്വതിയുമാണ്. എന്തുകൊണ്ടാണ് ലക്ഷ്മി? ധനത്തിന്റെ കാര്യം. ഇപ്പൊ നമ്മുടെ അനിയത്തി നന്നായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നു, ധനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച്. അപ്പം ദേവി മണ്ടയിലിരിക്കുകയാണ്, അത് കഴിഞ്ഞ് സരസ്വതി നടുക്കിരിക്കുന്നു. ഈ സരസ്വതി വിദ്യാഭ്യാസത്തോട് കൂടിയ ഒരു ഈശ്വര നമുക്ക് നേർവഴിയിലുള്ള സമ്പാദ്യം ഉണ്ടായി, അധ്വാനിച്ച സമ്പാദ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഗോവിന്ദൻ നമ്മുടെ കരമൂലത്തിൽ തന്നെ വന്നു ചേരും. അധ്വാനിക്കാനുള്ളതാണ് ഈ കയ്യ്, ഈ വിരല്, ഈ രണ്ട് വിരൽ നമ്മുടെ ഈ സംസ്കാരത്തിന്റെ ആണിക്കല്ല്. ഈ ചൂണ്ടുവിരൽ ഈ തള്ളവിരലിനോട് ചേരുന്നു എന്നുള്ളതാണ്. ഒരു ജീവിക്കും ഇത് പറ്റത്തില്ല. ഈ ചൂണ്ടുവിരൽ തള്ളവിരലിനോട് ചേരുന്നത് കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്നു, നമ്മുടെ ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റുന്നു, നമുക്ക് നോക്ക് പിടിക്കാൻ പറ്റുന്നു, നമുക്ക് കൂന്താലി പിടിക്കാൻ പറ്റുന്നു. ഇതെല്ലാം ഉള്ള ഈ തള്ളവിരലാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞു. അത് കഴിയുമ്പോൾ നമുക്ക് കുനിഞ്ഞ് നിന്ന് കുനിഞ്ഞ് അടുത്ത എക്സർസൈസ് പാദഹസ്താസനമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ തലയ്ക്ക് കുനിഞ്ഞ് ഭൂമിദേവിയോട് ചോദിക്കുകയാണ്, പാദസ്പർശം ക്ഷമസ്വമേ. എങ്ങനെയുള്ളതാ? പർവ്വതമണ്ഡലിയാണ്. അങ്ങനെയുള്ള സാരിയൊക്കെ എടുത്തിരിക്കുന്ന ഭൂമിദേവി, ഞാൻ ചവിട്ടാൻ പോവുകയാണ്, എൻ്റെ കാല് വയ്ക്കുന്നു, ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കാല് തൊടുമ്പോൾ അതിനും അർത്ഥമുണ്ട്. നമ്മുടെ ശരീരത്തിന് നല്ല ഒരു സ്ട്രെച്ച് ഉണ്ടാക്കി എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ പിന്നെ നേരെ പോകുന്നത് കിണറുകരയിലേക്കാണ്. അടുത്തത് പ്രകൃതി പാഠമാണ്. നമ്മുടെ ശരീരം കഴിഞ്ഞു പ്രകൃതിയിലേക്ക് തിരിയുന്നു. അവിടെ ചെന്ന് കിണറിൽ നിന്നും തുടിച്ച് കോരണം വെള്ളം. അപ്പൊ വെറുതെ ഇങ്ങനെ കോരിയെടുത്താൽ അമ്മൂമ്മ അവിടെ എന്ന് പറയാം, തുടിച്ചു പോര് മോളെ, തുടിച്ചു പോര്. എന്തിനാന്ന്? ഉറവക്കണ്ണികൾ അവിടെ വിടർന്നു വരണം, അതിൻ്റെ അകത്തെ ചെളി മാറി ഉറവ വരണം. എന്നിട്ട് നമ്മൾ കോരിയെടുത്ത ജലം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് 3 കൈ തിരിച്ച് കിണറ്റിലേക്ക് തന്നെ ഒഴിക്കണം. നിർബന്ധമാണിതൊക്കെ. അങ്ങനെ കിണറ്റിലേക്ക് ഒഴിക്കുന്നതിന് കാരണമുണ്ട്. കാരണം എടുക്കുന്നത് പോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ എന്തെടുത്താലും അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വലിയ അറിവ് തരികയാണ് അവിടെ. അത് കഴിഞ്ഞ് ഈ കൈക്കൊമ്പിളില് ഈ വെള്ളം എടുക്കും. എന്നിട്ട് ഭാരതത്തിനെ മുഴുവൻ, ഇന്ത്യയെ മുഴുവൻ നമ്മൾ കാണുകയാണ്. അവിടെ കൂടെ ഒഴുകുന്ന നദികളെ കാണുകയാണ്. പ്രധാനപ്പെട്ട സപ്തനദികൾ, ഗംഗേച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി. ഇത്രയും നദികളെ സ്വന്തം കൈക്കുടന്നയിലേക്ക് ആവാഹിച്ചിട്ട് ആ ജലം സൂര്യന് നൽകി, ഭൂമിക്ക് നൽകി, അണ്ടകടാഹത്തിനും അഷ്ടദിക്പാലകന്മാർക്ക് നൽകി, അല്പം കുടിച്ച് കാലിൽ തട്ടി തലയിൽ ഒന്ന് തടവി നമ്മൾ ജോലിയിലേക്ക് തിരിയുന്നു. വെള്ളമാണ് ആദ്യം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. കാരണം ജീവനമാണത്. നമ്മളെ ജീവൻ നിലനിർത്തുന്നത് ജലമാണ്. അതുകൊണ്ട് വെള്ളം എങ്ങനെ ഉപയോഗിക്കണം, വെള്ളം എങ്ങനെ തിരിച്ചു കൊടുക്കണം, വെള്ളത്തിന്റെ പ്രസക്തി എന്താണ്? ഒരു തുള്ളി വെള്ളം പാഴാക്കാൻ ഞങ്ങളുടെ വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു. മഴവെള്ളം കുറച്ച് കഴിഞ്ഞാൽ മഴവെള്ളം ഇങ്ങനെ തൂമ്പ് കെട്ടി അത് ഉപയോഗിക്കും നമ്മൾ. നല്ല 1-ാം തരം pH വാല്യുള്ള വെള്ളം, തേച്ച് വിളക്കുന്ന വെള്ളം, ചാരവും ചമ്പലും ചേർന്നത് പൊടിക്കും പച്ചക്കറിക്കും ഒഴിച്ച് അതിനെ ദുരുപയോഗം ചെയ്യത്തില്ല.
അങ്ങനെയുള്ള ഈ ചിട്ട ഒക്കെ കഴിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ടും അവിടെയുണ്ട് നമുക്ക് തരുന്നത് ചക്കര, അട്ടുംപാൽ ഒഴിച്ച ചക്കര കാപ്പിയാണ്. അത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ജോലി ചെയ്യിക്കും. ജോലി ചെയ്യാതെ ഭക്ഷണം തരുന്ന പ്രശ്നമേ ഇല്ല. 5 വയസ്സ് മുതൽ ആദ്യം നടവാതിൽ തൂക്കുകയാണ് ചെയ്യുന്നത്. നടവാതിൽ തൂക്കുന്നത് കുറച്ച് മതി, കുറച്ച് സ്ഥലം തൂക്കുക. അത് കഴിഞ്ഞ് പ്ലവിലെടുത്തേക്ക് കൊച്ചു കൊച്ചു ജോലികൾ, ചെറിയ ജോലികൾ, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആറ്റിൽ പോയി കുളിച്ചു, നീന്തൽ പഠിച്ചു, എല്ലാം തിരിച്ചു വന്നു, സ്കൂളിൽ പോയി ഒക്കെ വന്നു. വൈകുന്നേരത്തെ സന്ധ്യ, അത് ഐശ്വര്യ സന്ധ്യ തന്നെ ആവണം. സന്ധ്യ ആകുമ്പോൾ മോള് പറഞ്ഞ പോലെ ഭൂമിയുടെ തിരിച്ചിലുണ്ടാവുകയാണ്. ആ സമയത്ത് അവിടെ വിഷാംശം ഉണ്ടാവും. നമ്മൾ സുനാമി വന്നപ്പോൾ കണ്ടതാണ്. ഭയങ്കര ദുർഗന്ധം ഉണ്ടായി, വിഷം ഉണ്ടായി അവിടെ. ഈ വിഷത്തിനെ ഒഴിവാക്കുന്നത് 3 തരം തെറാപ്പികളിലൂടെയാണ്. അവിടെ ഒരു ശബ്ദം ഉണ്ടാവണം, അതിന് മണിനാദം. അവിടെ അരോമതെറാപ്പി ഉണ്ടാവണം, അതിന് പൂക്കളുടെ, ചന്ദനത്തിരിയുടെ, കർപ്പൂരത്തിന്റെ ഗന്ധം. അവിടെ വെട്ടമുണ്ടാവണം, ലൈറ്റ് തെറാപ്പി വേണം. അതിന് നമുക്ക് നല്ല ഈ നിലവിളക്കിന്റെ പ്രകാശം, എള്ളെണ്ണ ഇട്ട നിലവിളക്കിന് ചുറ്റുമിരുന്നാണ് നമ്മൾ നാമം ജപിക്കുന്നത്. ഇതിൽ നിന്നും പുറപ്പെടുന്ന ആ പ്രാണവായു, അത് നമ്മുടെ ശരീരത്തിന് ഏൽപ്പിക്കുന്നത് പ്രാണവായു തന്നെയാണ്. അതുകൊണ്ട് വിളക്കിന് ചുറ്റും വരുന്ന നാമം ചൊല്ലും ഞങ്ങളെല്ലാം. നമ്മുടെ വീട്ടില് ഞങ്ങളുടെ എല്ലാ ദിവസവും നാമം ചൊല്ലലുണ്ട്. പക്ഷേ വിശേഷ ദിവസങ്ങളിൽ ഈ ചുറ്റുവട്ടത്തുള്ള നല്ല ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്, ദാരിദ്ര്യം കൊടുമ്പിരി കൊണ്ട ജീവിതം. ആ സമയത്ത് ചുറ്റുവട്ടത്തുള്ള ജാതി മത ഭേദമില്ലാത്ത ആളുകളെ നമ്മുടെ വീട്ടിൽ വിളിച്ചു വരുത്തും. എന്നിട്ട് അവര് ഇത് പറഞ്ഞു കൊടുക്കുക. എൻ്റെ വലിയച്ഛൻ രാമായണവും ഭാഗവതവും ഭാരതം കുറവാണ്, രാമായണവും ഭാഗവതവും പറഞ്ഞു കൊടുക്കുന്നതും അത് വെറുതെ അല്ല. അതിനകത്തെ ബാലകാണ്ഡം പഠിപ്പിക്കുമ്പോൾ അത് ഒരു ദുഃഖവും ഇല്ലാത്ത ആദ്യത്തെ ബാലകാണ്ഡം എങ്ങനെ അവസാനിക്കും? സുഖത്തിൽ തുടങ്ങി ഇല്ലേ, യാഗത്തിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ തുടങ്ങി അവസാനം ഇവരുടെ വിവാഹം കഴിഞ്ഞു പോകുന്ന സുന്ദരമായ ആ ബാലകാണ്ഡം, അവിടെ വിവാഹം വരെ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് കാണിച്ചു തരികയാണ്. രാവിലെ വിളിച്ചുണർത്തുന്നത് മുതൽ നമ്മൾ കുഞ്ഞുങ്ങളോട് കാണിക്കേണ്ട കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് കാണിച്ചു തരുന്നു. കൗസല്യയെ വിളിച്ചിട്ട് ഈ അദ്ദേഹം രാമനെ ഇവരെ കൊണ്ടുപോകുമ്പം, ശ്രീരാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകുമ്പം അവർ വഴിയിൽ വെച്ച് കിടക്കയും ഒന്നുമായിട്ടല്ല പോകുന്നത്, ഭക്ഷണവും കൊണ്ടുപോയിട്ടില്ല. വഴിയിൽ വെച്ച് അവരുടെ ദാഹവും വിശപ്പും ഒക്കെ നിയന്ത്രിച്ച് അവർക്ക് മന്ത്രങ്ങൾ കൊടുത്ത് ഈ തിന്നോണ്ട സ്ഥലികളിലൂടെ നടക്കാൻ പരിശീലിപ്പിച്ചു. കാരണം ഒരു സമൂഹത്തിന് ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും ഓരോ കുഞ്ഞിൻ്റെയും മേൽ സ്വാധീനം വേണം, ഒരു നോട്ടം വേണം. അവരുടെ സ്വഭാവം നമ്മൾ ഓരോരുത്തരും, അമ്മയായാലും അച്ഛനായാലും അയൽക്കാരായാലും അതുണ്ടാവണം എന്നുള്ള ഒരു വലിയ അറിവ് കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്തും, അമ്പുകളുടെ പിതാവാണ് വിശ്വാമിത്ര മഹർഷി, ഇത് കൊണ്ടുപോവുകയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവരെ എല്ലാത്തിനും പർണതൽപ്പത്തിൽ ഉറക്കാൻ പര്യാപ്തമായി. രാവിലെ വിളിച്ചുണർത്തുന്ന കൗസല്യ സുപ്രജ, അമ്മയുടെ സാന്നിധ്യം അവിടെ. അമ്മയാണ് കുഞ്ഞുങ്ങളെ 5 വയസ്സ് ബുദ്ധി ഉറയ്ക്കുന്നത് വരെ സന്തത സഹചാരിയായ അമ്മയുടെ പേര് പറഞ്ഞ് അവിടെ ഒരു ഭയമില്ലാതാക്കി ആ ഒരു സ്നേഹത്തോടുകൂടി ഇങ്ങനെ വിളിച്ചുണർത്തി. ഒരു കുഞ്ഞിനെ സുപ്രജയാക്കാൻ പറ്റുന്നത് അമ്മമാർക്ക് മാത്രമാണെന്ന് അറിവ് കൊടുത്തുകൊണ്ട് ആ സുപ്രജ രാമ പൂർവാസന്നി പറഞ്ഞു കൊടുക്കുകയാണ്. പൂർവാസന്ധ്യ പ്രവർത്തിച്ചു കഴിഞ്ഞു, ഇനി നിനക്ക് ഇവിടെ കിടക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് ഇത് തന്നെ പോരാ, ദൈവ അമ്നികം നമ്മൾ കടമ ചെയ്യൂ, ഈശ്വരനെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു. ഇന്ന് ഇതിനെല്ലാം മാറ്റം വന്നു. ഇന്ന് ശാസ്ത്ര സാങ്കേതികത്തിൻ്റെ കടന്നുകയറ്റം, അവിടെ ഒരുപാട് നന്മകൾ നമുക്കുണ്ടാകുന്നുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിലെ കൃഷി, വ്യവസായം, വാണിജ്യം, ഗവേഷണം, ഇവിടെ എല്ലാം നമുക്ക് നല്ല മേന്മയുണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നമ്മളെവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ, ഒരു വിമാനത്തിലോ ഒരു ബസ്സിലോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കാറില്ലേ, 1/2 മണിക്കൂർ കഴിയുമ്പോൾ എനിക്കിവിടുന്ന് ഇതേലൊന്ന് ഇറങ്ങിയാൽ മതി, 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ ആകാശത്ത് നിന്ന് ഈ വിമാനം ഒന്ന് താണിരുന്നേലെന്ന് ചിന്തിക്കുന്ന സമയത്ത് മാസങ്ങളായിട്ട് ബഹിരാകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സുനിത വില്യംസ് എന്ന് പറയുന്ന ഒരു ധീര വനിത എൻ്റെ ഓർക്കം കെടുത്തുന്നുണ്ട്. നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പം അവിടെ എന്നിട്ട് ഇടയ്ക്കൊരു ദിവസം പ്രത്യക്ഷപ്പെട്ടു ഈ വീഡിയോയിൽ. അന്ന് ആകാംക്ഷയോടെ ഞാൻ കണ്ടു.
ആ സ്ത്രീ എത്ര ആത്മവിശ്വാസത്തോടുകൂടി അതിനകത്തെ കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിക്കുന്നത് കണ്ട് ഞാൻ അന്തം വിട്ട് ചിന്തിച്ചു, ദൈവമേ, നമ്മളൊക്കെ അവരുടെ മുന്നിൽ എത്ര നിസ്സാരരാണ്. ഇപ്പൊ ഇന്ന് എലോൺ മാസ്ക് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് അവരെ രക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു എന്ന് കേൾക്കുന്നു. ആ ഒരു ആശ്വാസത്തിൽ ഇരിക്കുമ്പോൾ അത്രയും കാലം ഏറ്റവും കൂടുതൽ സ്പേസിൽ നടന്ന ആളെന്ന ബഹുമതി നേടിയ ആ ആള് അവരുടെ ജീവിതം എന്താവും? ശാസ്ത്രമാണ്, ശാസ്ത്രത്തിന്റെ വിജയമാണ് ഇന്നും അവരവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം, എന്ത് ശാസ്ത്രമായാലും എന്ത് കണ്ടുപിടുത്തമായാലും എന്ത് തന്നെ ആയാലും തുടക്കത്തിൽ നമ്മൾ എതിർക്കും. ഭൂമി, സൂര്യനാണ് പ്രധാന ആകർഷണ കേന്ദ്രമെന്നും സൂര്യൻ അതിനെ സൂര്യനാണെന്നും ഭൂമിയും മറ്റു ഗോളങ്ങളും ഇതിനെ സൂര്യനെ ചുറ്റുകയാണെന്നും എന്ന് നമ്മളെ അറിയിച്ചത് ആദ്യം നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, ക്രിസ്തീയ പുരോഹിതൻ. അന്ന് അവിടെ വലിയ പ്രശ്നം ഉണ്ടായി. അവിടെ അദ്ദേഹത്തിന്റെ പുസ്തകം തടഞ്ഞു. എന്നിട്ട് ഈ ആളിനെ ശിക്ഷ ഒരുമാതിരി ആക്കി വിട്ടു. ശേഷം ഗലീലിയോ എന്ന് പറയുന്ന ആള് പിന്നെയും ഇദ്ദേഹത്തിന്റെ വാദം ശരിയാണെന്ന് തെളിയിച്ചു. പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞു, കോപ്പർനിക്കസിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. ഫലം വർഷങ്ങളോളം നീണ്ട ജയിൽവാസം അനുഭവിച്ച് നരകിച്ച് അന്ത്യം വരിച്ചു. പിന്നെ വത്തിക്കാനിൽ നിന്നും ഇതിന് ഗ്രീൻ സിഗ്നൽ കിട്ടിയത്, ഇതാണ് ശരിയെന്ന് പറയുന്നത് 1979 വന്ന മാർപ്പാപ്പയാണ്. നമ്മുടെ ഇവിടെ ഓരോന്നുണ്ടായി. ആവിയന്ത്രം കണ്ടുപിടിച്ചു. എന്തൊരു ആവിയന്ത്രം വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തുണ്ടായ വലിയ മാറ്റം എത്ര ഗംഭീരമായിരുന്നു. എന്തെല്ലാമാണ് അതുമായിട്ട് വ്യാവസായിക വിപ്ലവം തന്നെ ഉണ്ടാക്കാൻ ആവിയന്ത്രത്തിന് കഴിഞ്ഞു. ഇലക്ട്രിസിറ്റി വന്നു. നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കണം, ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളെല്ലാം ദിവസം ഇങ്ങനെ ആളുകളോട് ഇങ്ങനെ ചർച്ച ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരാൾ ചോദിച്ചത്രേ, നമുക്കിതുകൊണ്ട് എന്താ ഫലം എന്ന്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് ഇലക്ട്രിസിറ്റി രാവിലെ ഉണരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ ഇലക്ട്രിസിറ്റി സ്വിച്ച് ഇടുകയാണ്. ഒന്നിൽ ഫാൻ നിർത്താൻ, അല്ലെങ്കിൽ ലൈറ്റ് ഇടാൻ. ആ സ്വിച്ച് ആദ്യം കൈതൊടുന്ന സ്വിച്ച് എത്ര സ്വിച്ചുകളിൽ തൊട്ടിട്ട് നമുക്ക് വെട്ടം കാണാൻ മാത്രമല്ല, ഫാൻ കിട്ടാൻ മാത്രമല്ല, ഇതിൽ കൂടെ പറയാന് ഇവിടെ AC ഉണ്ടെന്ന് പറയുന്ന അത് എല്ലാത്തിനും എന്തുമാത്രമാണ് നമ്മൾ ഈ വിദ്യുത് ശക്തിയെ ആശ്രയിക്കുന്നത്. അന്ന് ഇത് തുടങ്ങുമ്പോൾ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. അന്ന് ഒരു സിനിമ ഉണ്ടായി, എനിക്ക് തോന്നുന്നു നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണ സാറിന്റെ ആണെന്ന്. ഇതിന്റെ ദൂഷ്യവശങ്ങൾ, നമ്മളെ കറണ്ട് അടിക്കും, നമുക്ക് അങ്ങനെയെല്ലാം പക്ഷികൾ ചത്തുവോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതവസാനം നല്ല ഒരു ഇതിൽ കൊണ്ട് എത്തിക്കുകയും ശുഭസൂചകമായിട്ട് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ, പേര് ഞാനങ്ങ് മറന്നുപോയി, ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ എന്തോന്നല്ല ട്രാക്ടർ വന്നപ്പോൾ നമ്മൾ എതിർത്തു. എന്തൊരു സമരമായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. കൃഷിക്കാരുടെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് നമ്മൾ എതിർത്തു. എതിർത്തു. അത് കഴിഞ്ഞ് അത് നമ്മുടെ ഈ ഗ്രീൻ റവല്യൂഷന് ഉണ്ടാക്കിയ ആ മഹിമ എത്രമാത്രമായിരുന്നു. കമ്പ്യൂട്ടർ വന്നു. അന്നത്തെ എതിർപ്പ് എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ വയ്യ, എന്തോ ഒരു വേണമായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ നില എവിടെ നിൽക്കുന്നു? ഇനിയും ഇവിടെ എന്തെല്ലാം വിദ്യാഭ്യാസ രംഗത്ത് വിർച്വൽ റിയാലിറ്റി, മിക്സ്ഡ് റിയാലിറ്റി, ഒത്തിരി റിയാലിറ്റികൾ വരുന്നു. ഇത് വിദ്യാഭ്യാസ രംഗത്ത് ഉറ്റു നോക്കുകയാണ്. ഇതെങ്ങനെയാവും, എവിടെ കൊണ്ടെത്തിക്കും അറിയില്ല. ഇത് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമുക്കറിയാം, ഇന്ന് ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിൽ ഒടുവിൽ നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അത് എനിക്ക് അടുത്ത വർഷം ഞാനില്ലാന്ന് വെച്ചോളൂ, എൻ്റെ ഇതേ രൂപത്തിൽ ഒരാളെ ഇവിടെ കൊണ്ടു നിർത്തി ഇതുപോലെ പ്രസംഗിപ്പിക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്ര സത്യമാണത്. അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചിലപ്പം ചെയ്യാം, എന്തെല്ലാം ദുരുപയോഗം അതിനെ കൊണ്ട് ചെയ്യാം. ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് ദുരുപയോഗം ചെയ്യാം, കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മളുടെ മനസ്സിന്റെ എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അല്ലാതെ ഇതൊന്നും സ്വയമായിട്ട് നന്മ തന്നെ വരുത്താൻ എന്ന് ഉദ്ദേശിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ഒരു ചെറിയ മൊബൈൽ എന്ന് പറയുന്ന ഒരു
ചെറിയ യന്ത്രം. അത് കുറച്ച് നാളെ ആയുള്ളൂ സാർവത്രികമായിട്ട്. എന്തൊരു സൗകര്യമാണ് നമുക്ക് തരുന്നത്. ഈ ഭൂഖണ്ഡങ്ങളിലുള്ള എവിടെയും ആളുകളെ നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നു. പണ്ട് നമ്മൾ ട്രങ്കോൾ ബുക്ക് ചെയ്യണമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. എവിടെ വേണേൽ എപ്പോ വേണേൽ നമുക്ക് വിളിക്കാൻ പറ്റും. ഒരിക്കൽ ഞാൻ എൻ്റെ ക്ലാസ്സിലെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്യുശങ്കറിന്റെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ഈ ലോകം ഒരു ഗ്രാമത്തോളം ചുരുങ്ങുകയാണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ എപ്പോൾ എങ്ങനെ പെട്ടെന്ന് സാധിക്കാൻ പറ്റത്തക്കവണ്ണം ഇതിന്റെ വ്യാപ്തി കുറയുന്നു. ഇന്ന് നമുക്ക് അന്ന് ട്രങ്കോളിലാണ്, നേരിട്ട് വിളിക്കാൻ പറ്റാത്തൊരു കാലമാണ്. ഇന്ന് നമുക്ക് ഫോണിൽ വിളിക്കാം പരസ്പരം. പക്ഷെ ഇനിയും നമുക്ക് വെളിയിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും വിളിക്കാം. എന്തിന്? കുറച്ചു നാളൂടെ നമ്മൾ ക്ഷമയോടെ ഇരുന്നാൽ ആളുകളെ നേരിട്ട് കണ്ട് അവരോട് നമുക്ക് സംവദിക്കാനാകും എന്ന് പറയുന്നു ഒരു ലേഖനം. ഞാൻ അതിനകത്ത് വിശ്വസിച്ചില്ല. നേരിട്ട് കണ്ട് നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും എന്ന്. പക്ഷെ ഇന്നത്തെ സ്ഥിതി എന്താണ്? നമുക്ക് അങ്ങ് ബഹിരാകാശത്തുള്ള സുനിത വില്യംസിനെ വരെ നേരിട്ട് കണ്ട് അങ്ങനെ പോയിരിക്കുകയാണ് നമ്മുടെ ഓരോന്നും. ഈ മൊബൈൽ ഫോൺ എന്തെല്ലാം നമുക്ക് തരുന്നു. വിളിക്കാൻ പറ്റുന്നു, മെസ്സേജ് അയക്കാൻ പറ്റുന്നു. വാട്സപ്പില് ഇപ്പം മോള് പറഞ്ഞ മാതിരി നമുക്ക് ഇതിനകത്ത് ഒരുപാട് ചാനലുകൾ ഉണ്ടാക്കി ആളുകളെ പ്രബുദ്ധരാക്കാൻ പറ്റുന്നു. നമ്മൾ ചോദിക്കുന്ന വിരൽത്തുമ്പയിലാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരുന്നു. നമുക്ക് സീരിയലുകൾ സന്ധ്യാസമയത്തല്ലാതെ മാറ്റി പകല് കാണാനുള്ള സംവിധാനം ഇതിനകത്ത് കിട്ടുന്നു. നമുക്ക് കഥ പറഞ്ഞു തരുന്നു, നമുക്ക് പാട്ട് പാടി കേൾപ്പിക്കുന്നു, നമുക്ക് ഇതിനകത്തുനിന്ന് സിനിമ കാണാൻ പറ്റുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങള് ഇന്ന് ഇതിനെ ഉപയോഗിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിച്ചാല് നമുക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുകയാണ്. അത് കണ്ടുപിടിച്ചിരിക്കുന്ന ഇതിന്റെ കുഴപ്പങ്ങള് ഒന്ന് തലച്ചോറിനെ ഇത് സാരമായിട്ട് ബാധിക്കും. അഡ്രിനാലിൻ ഗ്ലാൻഡിന്റെ പ്രവർത്തനം കൂടുതലായി നമുക്ക് വിഷാംശമാണല്ലോ അതുണ്ടാക്കുന്നു. ഇവർക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവുന്നു. ഇവർക്ക് ആരോടും തർക്കുത്തരം പറയാൻ ആത്മീയ നിയന്ത്രണത്തിന് കഴിവില്ലാതാകുന്നു, സഹാനുഭൂതി ഇല്ലാതാവുന്നു, വിഷോദ രോഗം ഉണ്ടാകുന്നു. ഇങ്ങനെ നിയന്ത്രണത്തിലല്ലാതെ അസ്വസ്ഥരും അക്ഷമരുമാകുന്നു. കോപം കൊണ്ട് നമ്മുടെ പിള്ളേരെ കണ്ടിട്ടില്ല, നമ്മുടെ പിള്ളേരെ ഒന്ന് വിളിച്ചു നോക്കിയേ, അവർക്ക് ദേഷ്യമാണ്. ഇത് ആരാ ഉപയോഗിക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അന്ത്യശ്വാസം വലിക്കുന്നവർ വരെ ഇതാ. നമ്മൾ കുഞ്ഞിനെ പണ്ട് കാലങ്ങളിൽ ചോറ് കൊടുക്കാൻ നേരം കുഞ്ഞിനെ ചോറ് കൊടുക്കുമ്പോൾ ഇങ്ങനെ നെയ്യും പപ്പടവും ഒക്കെ കൂട്ടി പൊടിച്ചെടുത്ത ചോറ് നമ്മൾ വെളിയിൽ കാണിക്കരുതെന്ന് പറയും. പക്ഷെ കുഞ്ഞിന് ചോറ് വെളിയിലാണ് കൊടുക്കുക. വെളിയിലെടുത്തിട്ട് കാക്ക, പൂച്ച, പട്ടി, പ്രാവങ്കി ഇതിനെയൊക്കെ കാണിച്ച്, പൂക്കളെ കാണിച്ച്, ചിത്രശലഭത്തിനെ കാണിച്ച്, പക്കിയെ കാണിച്ച് പ്രകൃതി പഠനത്തോടൊപ്പമാണ് ഈ ആഹാരം കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് ഇത് തുറന്ന് മുന്നേ കൊടുത്തിട്ട് കുഞ്ഞിന്റെ വായിലോട്ട് തെള്ളി കൊടുക്കുകയാണ്. ഒരു രുചിയും അറിയാതെ കുഞ്ഞിനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനൊരു സ്കിറ്റ് കണ്ടു ഒരു ദിവസം. മരിക്കാൻ പോകുന്ന ഒരമ്മ അത് ഇങ്ങനെ ചാരി കിടന്നുകൊണ്ട് സീരിയൽ കാണുകയാണ്. ആ സമയത്ത് കാലൻ വരുന്നു. ഇവരുടെ സമയം അവസാനിച്ചിരിക്കുന്നു. കാലൻ കയറിട്ടു. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട്, നിങ്ങൾ ആരാ? പറയും, ഞാൻ കാലൻ, നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചിരിക്കുന്നത് ഞാൻ കൊണ്ടുപോകാൻ പോവാണ്. അയ്യോ, എനിക്ക് 3 എപ്പിസോഡും കൂടെ ഉള്ളൂ ഈ സീരിയല്, അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിക്കോളൂ. അപ്പം പറഞ്ഞു, ഇല്ല, അത് പറ്റിയല്ല, കലമാട എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പം പറഞ്ഞു, സാരമില്ല, ഈ ഫോണും കൂടെ എടുത്തോളൂ, ഇപ്പൊ സ്വർഗത്തില് നരകത്തിലും ഒക്കെ റേഞ്ച് കിട്ടുന്നുണ്ട്, ബാക്കി അവിടെ പോയി കാണാം എന്നൊരു സ്കിറ്റ് ഞാൻ കണ്ടു. അധികം താമസിക്കാതെ ഇതൊക്കെ നമുക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് എന്നൊക്കെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ ഓടാനുള്ള ഒരു തത്രപ്പാടിലാണ്. അതിനെ ഒന്ന് കീഴടക്കാൻ അറിയാൻ ആദ്യം, അത് കഴിഞ്ഞ് അതിൻ്റെ വൈദഗ്ധ്യം തിരിച്ചറിയാൻ, പിന്നെ അതിനെ കീഴടക്കാൻ. ഇങ്ങനെയുള്ള ത്വരയില് ഒരു മത്സര ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറെ ആളുകൾ. അതിൽ പെടാതെ ആ ഓട്ടത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഭൂരിപക്ഷമായ ആളുകളും ഇങ്ങനെ ഓടി പോകുമ്പോൾ നമുക്ക് ചെന്നെത്താൻ ഓടി തളരുമ്പോൾ നമുക്ക് അവിടെ ഒരു കൈത്താങ് വേണം. അതൊരു തുഴയാവാം,
അതൊരു ഗോവണിയാവാം, അതൊരു ഊന്നുവടിയാവാം. ഇതെന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഈ ഓട്ടത്തിനിടയിൽ ഇതിനിടയിൽ നമുക്ക് എന്തു പറ്റും? മാനസികമായിട്ടുള്ള തകർച്ച പറ്റും. അങ്ങനെ തകർച്ച പറ്റുമ്പോൾ കൊടുക്കാനുള്ളതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ആത്മീയബോധം ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇന്ന് വന്നിട്ടുണ്ട്. ശാസ്ത്രം ഭയങ്കരമായിട്ട് വളർന്നു. പണ്ട് ഈ ഉത്തോലക തത്വം, ചക്രം, ഉത്തോലക തത്വം തുടങ്ങിയ മുതല് ആളുകൾ ഇതിന്റെ പിന്നാലെയാണ്. അന്ന് ഈ വളർച്ച സാവകാശമായിരുന്നുവെങ്കിൽ ഇന്നത് അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ പറ്റുന്നേ? ശാസ്ത്രം, ആത്മീയം അത് അങ്ങനെ വളർന്നിട്ടില്ല. എന്ന് പണ്ട് ഉണ്ടാക്കിയ ആ പ്രബന്ധങ്ങളിലും അതിലും ഉറച്ചു നിന്നുകൊണ്ട് അതിനകത്തെ കാര്യങ്ങൾ നമ്മൾ വിചിന്തന ചെയ്യുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അതുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റും? അവര് ഈ യൂറോപ്പിൽ ഇപ്പോൾ മതനിരാസം ഉണ്ടായിരിക്കുന്നു. ചെറിയ കുട്ടികൾ മതത്തെ തള്ളി പറയുന്നു. അവർക്ക് പള്ളിയിൽ പോകാനോ മറ്റു കാര്യങ്ങൾക്കും താല്പര്യമില്ലാത്ത ഒരു വിധം അവിടെ ഈ ആത്മീയ ചോർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അത് ആ സമയത്താണ് നമുക്ക് ഈ പറഞ്ഞ ഒരു കൈത്താങ്ങില്ലെങ്കിൽ തളർന്നു പോകും എന്ന് നമുക്ക് ഒരു ചിന്ത വരുന്നത്. നമ്മൾ പുതിയ ലോകത്തെ അത് ഒരു ആയിട്ട് സമരസപ്പെട്ടു പോകാൻ നമ്മൾ കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ ലോകത്തെ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത മതമായാലും പ്രത്യയശാസ്ത്രങ്ങളായാലും ദാർശനിക കാര്യങ്ങളായാലും അവ കാലാന്തരത്തിൽ അന്യം നിന്നു പോകും. ഏതാണോ ശാന്തി തരുന്നത്, സമാധാനം തരുന്നത്, അത് മാത്രമേ നിലനിൽക്കൂ. ആ സമാധാനം തരുന്ന ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. അതിൽ പറയുന്ന ഉപദേശങ്ങൾ നമുക്കിപ്പോഴും സ്വാംശീകരിക്കാൻ പറ്റിയതാണ്. നമ്മുടെ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും അറിഞ്ഞ് അവയെ ഉൾക്കൊണ്ട് ഈ ആത്മീയ ബോധം വളർത്തിയെടുക്കാൻ ശ്രമിച്ചാൽ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധി വരെ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. എന്നോ കൊളുത്തി വെച്ച ഒരു തിരി നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. ആ തിരി അണയാതെ അതിനെ കാത്തു രക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിനു വേണ്ടിയിട്ട് മാനസിക സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് നമ്മൾ ഈശ്വര ദർശനവും ഉപേക്ഷിക്കേണ്ടത്. ഇവിടെ കഴിഞ്ഞ ദിവസം സംസാരിച്ച ആ മഹാനായ നമ്മുടെ മോഹൻ ഭഗവത് അദ്ദേഹം പറയുണ്ടായി, നമ്മളെ ശക്തി തിരിച്ചറിയണം. എന്നിട്ട് അദ്ദേഹം ഹനുമാനെ ഉദാഹരണമായിട്ട് കാണിക്കുന്നത് നിങ്ങളും കേട്ടു കാണും. ഹനുമാന് ശക്തി ഉണ്ട്, പക്ഷെ അത് മറന്നു കിടക്കുകയാണ്. എല്ലാവരും യാത്ര ചെയ്യാനായിട്ട് സമുദ്രം കടക്കാനായിട്ട് ഇങ്ങനെ ബഹളം വെക്കുമ്പോൾ ഹനുമാൻ മാത്രം മിണ്ടാതിരുന്നു. അപ്പോഴാണ് ജാമ്പവാൻ പ്രത്യക്ഷപ്പെടുന്നതും ഹനുമാനോട് തൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നതും. ഉടൻ തന്നെ തൻ്റെ കയ്യിലാണ് രാമൻ അമൂല്യം തന്നത്, താനാണ് അതിന് ശക്തൻ എന്ന് പറഞ്ഞ് ഒന്നും മലപോലെ വളർന്ന ഹനുമാന് പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല സമുദ്രം കടക്കാൻ വായുനന്ദനന്. നമ്മള് ഇതുപോലെ ശക്തിയുണ്ട്, പക്ഷെ അത് തെളിയിച്ചു കൊടുക്കാൻ ഇന്ന് ജാമ്പവാന്മാരില്ലെന്നുള്ളതാണ് സത്യം. ഇപ്പം നമുക്കിവിടെ ഒരു വലിയ ഞാൻ ഒരു മാസമായിട്ട് എൻ്റെ മകളുടെ കൂടെ ഒറീസയിലായിരുന്നു. അന്നാണ് ഇവിടുന്ന് എനിക്കൊരു വിളി വരുന്നതും ഇവിടെ വരാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടതും. അപ്പം ഞാൻ എൻ്റെ പേരൊക്കെ ചോദിക്കുന്ന അവിടെ വെച്ചാണ്. ഞാൻ സ്വാഭാവികമായിട്ട് ഓർക്കുന്നത് എനിക്ക് വനിതാ സമാജത്തിലായിരിക്കും എന്നാണ്. പക്ഷേ ഞാൻ തിരിച്ചു കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഈ വിഷയമാണെന്നും ഈ ദിവസമാണെന്നും ഞാൻ അറിയുന്നത്. അന്നേരം ഞാൻ എന്താ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പം ആധുനിക ലോകത്തിനെ കുറിച്ച് ഒന്ന് നോക്കാനായിട്ട് കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളെടുത്ത് ഒന്ന് മറിച്ചു നോക്കി. അപ്പം ഞാൻ ആദ്യത്തെ പത്രത്തിൽ കാണുന്നത്, ആദ്യത്തെ പേജിൽ കാണുന്നത് 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് അമ്മാവൻ, അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അമ്മയെ കൂടെ. രണ്ടാമത് ഒരു പീഡന കേസിൽ അത് ആശുപത്രിയിലായിരുന്ന ഒരു കുഞ്ഞ്, അവള് അന്ത്യശ്വാസം മരിച്ചു. പിന്നെ അച്ഛനെ കൊന്നത്, അമ്മയെ കൊന്നത്, കള്ളു കുടിച്ചേച്ച്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പോട്ടെ മൊബൈൽ ഒന്നെടുത്ത് നോക്കാം. നോക്കിയപ്പോൾ ആദ്യം കാണുന്നത് ഒരച്ഛൻ ഇങ്ങനെ നടന്നു വരുന്നു.
അപ്പം മകൻ ഇദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ നമുക്ക് ശരിക്കും വ്യക്തമല്ല, ഞാൻ തന്തയാണെന്നൊന്നും വിചാരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടൊരു നല്ല ചീത്തയാ പറയുക. അപ്പൊ അദ്ദേഹം തിരിഞ്ഞു നിന്നപ്പോഴേക്കും കൂടെ നിന്ന കുറെ കൂട്ടുകാർ അദ്ദേഹത്തിനെ ആക്രമിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ ഇത്? നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഡാർവിന്റെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ കെടിയൂർ രാധാകൃഷ്ണ സാറാണ്, അദ്ദേഹം പറഞ്ഞു, ഡാർവിന്റെ സിദ്ധാന്തം പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നത് വീണ്ടും. ഇവിടെ മസ്തിഷ്കത്തിനാണ് വീണ്ടും ഇത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മസ്തിഷ്കം, ഈ ചിന്തകള് ഈ കുഞ്ഞുങ്ങൾക്ക് പേടിയില്ലാത്ത ഒരു സമൂഹം. നമ്മൾ ആലോചിച്ച് നോക്കേ, ഈ 2 വയസ്സുള്ള കുഞ്ഞിനെ ഉറക്കത്തിലെടുത്ത് ഇങ്ങോട്ടിടുമ്പോൾ ആ കിണറ്റി വീഴുന്ന കുഞ്ഞ് കരയാനായിട്ട് അമ്മയെ വിളിക്കുമ്പോൾ അതിൻ്റെ വായിലേക്ക് കയറുന്ന വെള്ളവും അതവിടെ കിടന്ന് പിടയുന്നതും ആലോചിച്ചാൽ മനുഷ്യത്വമുള്ള ആർക്ക് താങ്ങാൻ പറ്റും? ഈ ഒരു വീട്ടിലേട്ട് ബലമായിട്ട് കയറി ചെന്നിട്ട് ഒരു കൊച്ചിനോട് അപമര്യാദയായിട്ട് പെരുമാറി അവളത് സമ്മതിക്കാതെ വരുമ്പോൾ അവളെ ചുറ്റിക കൊണ്ട് തലക്കടിക്കുന്ന കശ്മലനായ ഒരു പുരുഷനെ, ഒരു പയ്യന്, അവന് എന്തിൻ്റെ കേടാണ്? അങ്ങനെ ഓരോന്നോരോന്ന് അമ്മമാര് അല്ലേ, വൃദ്ധരായ ആളുകളെ ഞാൻ നിർത്തി, പത്രം വായന നിർത്തി. ഇത് നമുക്ക് പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ ഉണ്ടായേ തീരും. നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടറിന്റെ ഉപയോഗം പിള്ളേരെ വല്ലാതെ പിരിമുറുക്കത്തിലാക്കുന്നു. അതിന് നമ്മൾ വിചാരിച്ചാലും ഒന്നും നടക്കത്തില്ല, വീട്ടിൽ വിചാരിച്ചാലും നടക്കത്തില്ല. ഇന്ന് ഒരു മാരക രോഗമാണല്ലോ ഇതുപോലെ ആക്കിയത്. അത് അന്ന് അതിനാവശ്യം ഉണ്ടായിരുന്നിരിക്കാം. ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ എന്തിന്? ഇവരുടെ ടൈം ടേബിൾ എന്തുകൊണ്ട് ഇതിനകത്ത് വരുന്നു? ഇവരെ അറിയിക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്ത് വരുന്നു? അവിടെ ഒരു നോട്ടീസ് എഴുതി ഇട്ടുകൂടെ? അവിടെ ബോർഡിൽ ഒരു നോട്ടീസ് കണ്ട് ടൈം ടേബിൾ ബോർഡിൽ എഴുതി ഇടുകയാണ് പതിവ്. അങ്ങനെ ചെയ്തുകൂടെ? ഇവരുടെ കാര്യങ്ങൾ അമ്മമാരോടും അച്ഛനോടും പറയുന്നത് പിള്ളേരോട് തന്നെ പറഞ്ഞു വിട്ടുകൂടെ? വല്ലപ്പോഴും ഒരു PTA മീറ്റിംഗ് കൂടുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? ഈ മാർക്ക് ലിസ്റ്റും ഇതെല്ലാം നമ്മുടെ അവിടെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ച് വാങ്ങിച്ചാൽ പോരെ? ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. ഇതിന് നമ്മളല്ല ഉത്തരം പറയേണ്ടത്, ഇതിന് ഭരണാധികാരികൾ ഉത്തരം പറയണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ കുഞ്ഞുങ്ങൾ ഇതും കൊണ്ട് നടക്കുകയാണ് എപ്പോഴും. അതിനെ മാറ്റാൻ പറ്റത്തില്ല. കാരണം അവർ പറയും അത് വേണം, ഇതിനകത്ത് പ്രോജക്റ്റ് ഉണ്ട്, ഇതിനകത്ത് സെമിനാറുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇവരെന്താ കാണുന്നതെന്ന്. രാത്രിയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഭയമില്ലാത്ത ഒരു ചെറുതലമുറ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തലമുറയ്ക്ക് മരിക്കാൻ മുന്നാണ് ഒട്ടും പേടിയില്ലാത്തത്. നീന്താൻ അറിയത്തില്ല, പക്ഷേ കടലിലെടുത്ത് ചാടും. വെള്ളത്തിലിറങ്ങാൻ നീന്തറിയത്തില്ലാത്തവന് ആറ്റിലിറങ്ങും. എന്നിട്ട് ആ കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് സെൽഫി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അവിടെ മുങ്ങിത്താഴും. ആർക്കും അവനെ രക്ഷിക്കാൻ ഒക്കത്തില്ല. ഇത്ര സ്പീഡ് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ ഒക്കത്തില്ല ബൈക്കിനെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവൻ പാഞ്ഞു 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 പോകും. എന്നിട്ടോ അവൻ തന്നെയല്ല, വണ്ടേ നീ തൊലയുന്നു, വിളക്ക് നീ കെടുത്തുന്നെന്ന് പറഞ്ഞ പോലെ അവൻ തന്നെയല്ല കൂടെ നടക്കുന്ന ആ വഴിയിലുള്ള എന്തെല്ലാമാണ് അവൻ തച്ചുടയ്ക്കുന്നത്. മരിക്കാൻ ഭയമില്ലാത്ത, റോഡിലിറങ്ങിയാൽ എന്തും ചെയ്യാൻ കഴിയാത്ത ഒരു തലമുറയെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഹിന്ദുമതം മണ്ഡല ഭാരവാഹികളോട് ഞാൻ പറയുകയാണ്, ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, നമ്മൾ തലച്ചോറ് ഉറക്കിച്ചു തുടങ്ങിയ കുഞ്ഞുങ്ങളെ മുതൽ ഒരു 15-17 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് ഈ ഒരു അറിവ് കൊടുത്താൽ, ആത്മീയ ബോധം കൊടുത്താൽ, പേടിക്കാൻ ഉണ്ട് എന്നൊരു ബോധം കൊടുത്താൽ, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെറുതിലെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഒരാൾ വന്ന് വെള്ളം ചോദിച്ചൊരു പിച്ചക്കാരനാണ്. ഞാൻ ചെറുതായി 7-8 വയസ്സേ ഉള്ളൂ. ഞാൻ അനങ്ങയില്ല, വെള്ളം കൊടുത്തില്ല, മടിച്ചവിടെ ഇരുന്നു. എൻ്റെ അമ്മാവന് ഇത് കണ്ടു, വെള്ളം കൊണ്ട് കൊടുത്തു, അവർ പോയി. എന്നും വീട്ടിൽ രാമായണം വായിപ്പിക്കും. അന്ന് രാമായണം ഇടയെടുത്ത് ഉത്തരരാമായണം വായിപ്പിക്കാറില്ല, അന്ന് ഇടയെടുത്ത് വായിക്കുക പതിവ്. അന്ന് ഉത്തരരാമായണം എടുത്ത് വന്നിട്ട് നരകവർണ്ണനെ എന്നെ കൊണ്ട് വായിപ്പിച്ചു. ഞാൻ വായിക്കുകയാണത്, അത് അക്ഷരം നമ്മളെ എന്നും വായിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റും. കണ്ടാൽ കൃതാന്തപുരിയിൽ ദശകണ്ഠൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വായിച്ചു തുടങ്ങി. അവിടെ കിട്ടുന്ന ഓരോ ശിക്ഷയും കള്ളം പറയുന്നവരെ ദണ്ട് പഠിപ്പിച്ച് നഖിക്കുന്നത്, ചുട്ടമണല മരുഭൂമി തന്നെ മുട്ടൽ നടത്തുന്നത്, സ്ത്രീപീഡനം നടത്തുന്നവർക്ക് ഇരുമ്പൊലൊക്കെ ഉണ്ടാക്കി പഴിപ്പിച്ചിട്ട് അതിനെ ആലിംഗനം ചെയ്യിച്ച് അന്നോ സുഖമുള്ളിൽ ഇന്നോ നിനക്കിടോ നന്നായി തഴുകടോ എന്ന് പറഞ്ഞ്
ശിക്ഷിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് വെള്ളം കൊടുക്കാത്തവരുടെ കാര്യം വന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി എന്തിനാ എന്നെ കൊണ്ട് ഇത് വായിപ്പിച്ചതെന്ന്. ഞാൻ അവിടെ നിന്ന് പൊട്ടി കരഞ്ഞു. അപ്പൊ എൻ്റെ അമ്മാവൻ പറഞ്ഞു, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നമ്മൾക്കന്ന് ആളുകളുണ്ടായിരുന്നു. ഇന്ന് അതിനും ആളുകളില്ല. ഒറ്റപ്പെട്ട വീട്, ആളുകളില്ലാത്ത വീട്. രാവിലെ ഇറങ്ങി നമുക്ക് പറയും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീട് ക്ഷേത്രമാക്കണം, നമ്മുടെ ശരീരം ക്ഷേത്രമാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്രീകൃഷ്ണനാണ് പറഞ്ഞത്, ഞാനല്ല. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യവിധീയതേ പറയുന്ന കാര്യങ്ങളില് കുഞ്ഞുങ്ങളെ ഞാനത് പരീക്ഷിച്ച് ഒരുവിധം വിജയിച്ച ഒരാളാണ്. ഞങ്ങളുടെ ഒരു ബാലസമാജത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കാൻ കുറച്ചൊരു കരുതൽ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഒരു 45 മിനിറ്റ് കൂടുതൽ ഒരാൾക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റത്തില്ലെന്നാണ് ഞങ്ങൾ ടീച്ചേഴ്സ് പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്.